ആധുനിക സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന വികസനത്തിന്റെയും കാര്യത്തിൽ ലോകത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന പ്രദേശമാണ് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനം. എന്നാൽ പുറമേ കാണുന്ന ഈ സാങ്കേതിക തിളക്കങ്ങൾക്കും വൻ നഗരങ്ങൾക്കും പിന്നിൽ അതിഭീകരമായ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ നിഴൽ വീണുകിടപ്പുണ്ടെന്നാണ് ആധുനിക ശാസ്ത്രലോകം നൽകുന്ന മുന്നറിയിപ്പ്. 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഭൂമിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മെഗാസ്ട്രോം അല്ലെങ്കിൽ കൂറ്റൻ കൊടുങ്കാറ്റും പ്രളയവും കാലിഫോർണിയയെ വിഴുങ്ങാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആർക്ക് സ്റ്റോം? ശാസ്ത്രജ്ഞർ ഈ കാലാവസ്ഥാ പ്രതിഭാസത്തിന് ഒരു പേര് നൽകിയിരുന്നു, ആർക്ക് സ്റ്റോം. ബൈബിളിൽ പരാമർശിക്കുന്ന നോഹയുടെ പ്രളയത്തെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നാമകരണം. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അന്തരീക്ഷത്തിൽ ഉയർന്ന താപനിലയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നും ഉയർന്ന അക്ഷാംശങ്ങളിലേക്ക് കനത്ത തോതിൽ ജലബാഷ്പം വഹിച്ചുകൊണ്ടുപോകുന്ന നീളമേറിയതും ഇടുങ്ങിയതുമായ മേഖലകളാണ് അന്തരീക്ഷ നദികൾ എന്ന് വിളിക്കുന്നത്. സാധാരണ നിലയിൽ കാലിഫോർണിയയിലെ കുടിവെള്ള ലഭ്യതയ്ക്കും കൃഷിക്കും ഈ അന്തരീക്ഷ നദികൾ അത്യന്താപേക്ഷിതമാണ്. സംസ്ഥാനത്തിന് ആവശ്യമായ വാർഷിക മഴയുടെ നല്ലൊരു പങ്കും ഇവയാണ് എത്തിക്കുന്നത്. എന്നാൽ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഒന്നിലധികം അന്തരീക്ഷ നദികൾ തുടർച്ചയായി പസഫിക് സമുദ്ര തീരത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ആകാശത്ത് വലിയ തോതിൽ ജലബാഷ്പം കേന്ദ്രീകരിക്കാനായി അത് ആഴ്ചകളോളം നിർത്താതെ കനത്ത മഴയായി താഴേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. 2010 US ജേക്കൽ സർവേയും വിവിധ അക്കാദമിക് വിദഗ്ധരും ചേർന്ന് നടത്തിയ പഠനത്തിന് ഇത്തരമൊരു ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ട് ആക്സ്ട്രോം എന്ന പഠന മാതൃക വികസിപ്പിച്ചെടുത്തത് ഇതിന്റെ പുതുക്കിയ പതിപ്പാണ്. ഈ പ്രളയ മുന്നറിയിപ്പുകൾക്ക് വെറും ഒരു നിഗമനമോ ഭാവനയോ അല്ലെന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. 1861, 1862 കാലഘട്ടത്തിൽ കാലിഫോർണിയ സമാനമായ ഒരു മഹാപ്രളയത്തിന് സാക്ഷ്യം വഹിച്ചു. തുടർച്ചയായി 45 ദിവസത്തോളം പെയ്തിറങ്ങിയ കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ സെൻട്രൽ വാലി പ്രദേശം ഏകദേശം 500 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കൂറ്റൻ തടാകമായി മാറി. പ്രളയത്തിന്റെ തീവ്രത എത്രത്തോളമായിരുന്നുവെന്നാൽ അന്നത്തെ കാലിഫോർണിയൻ ഭരണകൂടത്തിന്റെ ആസ്ഥാനം താൽക്കാലികമായി സാക്രമെന്റോയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറ്റേണ്ടി വന്നു. കഴിഞ്ഞ 1800 വർഷത്തെ ഭൗമശാസ്ത്ര ചരിത്രരേഖകളും മണ്ണ് പരിശോധനകളും വ്യക്തമാക്കുന്നത് 1861 ഭീകരമായ കുറഞ്ഞത് 6 മെഗാസ്ട്രോമുകളെങ്കിലും കാലിഫോർണിയയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. ശരാശരി 100 മുതൽ 200 വർഷങ്ങൾക്കിടയിൽ ഇത്തരം പ്രളയങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഭൂമിശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് 1862 ശേഷം 160-ലധികം വർഷങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ അടുത്തൊരു മഹാപ്രളയത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ ഭൂമിയുടെ ഉയർന്ന താപനില ഈ ദുരന്ത സാധ്യതയുടെ ആഘാതം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭൗതിക ശാസ്ത്രത്തിലെ വികസിക്കുന്ന അന്തരീക്ഷ സ്പോഞ്ച് പ്രഭാവം അനുസരിച്ച് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന ഓരോ 1.8 ഡിഗ്രി ഫാരൻഹീറ്റിലും വായുവിന് ഏകദേശം 7% കൂടുതൽ ജലബാഷ്പം ഉൾക്കൊള്ളാൻ സാധിക്കും. അന്തരീക്ഷം ഒരു സ്പോഞ്ച് പോലെ കൂടുതൽ ഈർപ്പം വലിച്ചെടുക്കുകയും പിന്നീട് അത് ഒറ്റയടിക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി മുൻപ് 2 നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിച്ചിരുന്ന തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ 2060ഓടെ ഇതിന്റെ ഫലമായി മുൻപ് 2 നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിച്ചിരുന്ന തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ 2060ഓടെ 1 നൂറ്റാണ്ടിൽ 3 തവണ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഉയർന്ന താപനില കാരണം മഞ്ഞുമലകൾ നിറഞ്ഞ സിയറ നെവാഡ മലനിരകളിൽ സാധാരണ മഞ്ഞുവീഴ്ച ഉണ്ടാകേണ്ട സ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യും. ഈ മഴ മലനിരകളിലെ മഞ്ഞിനെ വേഗത്തിൽ ഉരുക്കിക്കളയുകയും ചെയ്യും. ഇത് നദികളിലേക്കുള്ള നീരൊഴുക്ക് 200 മുതൽ 400% വരെ വർദ്ധിപ്പിക്കാനും കാരണമാകും. ഇത്തരത്തിൽ ആർക്സ്ട്രോം 2.0 യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മാനവിക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ഭീകരമായിരിക്കും. 30 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കനത്ത മഴയിൽ സാൻ ഫ്രാൻസിസ്കോയ്ക്കും ലോസ് ആഞ്ചലസിനും ഇടയിലുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും 10 മുതൽ 20 അടി വരെ ഉയരമുള്ള വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകും. 1.5 ദശലക്ഷത്തിലധികം ആളുകളെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടി വരും. $1 ട്രില്യൺ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. നിലവിലുള്ള അണക്കെട്ടുകൾ, കനാലുകൾ, പുലിമുട്ടുകൾ, പമ്പിംഗ് സ്റ്റേഷനുകൾ എന്നിവയൊന്നും തന്നെ ഇത്തരമൊരു ഭീമൻ പ്രളയത്തെ ചെറുക്കാൻ പ്രാപ്തമല്ലെന്നും USGS വ്യക്തമാക്കുന്നുണ്ട്.
പ്രധാന ഹൈവേകൾ, റെയിൽവേ പാതകൾ, ഊർജ്ജ വിതരണ ശൃംഖലകൾ എന്നിവ ആഴ്ചകളോളം നിശ്ചലമാകും. ഈ ഭീമൻ ദുരന്ത സാധ്യത മറികടക്കുന്നതിനായി അടുത്ത 30 വർഷത്തിനുള്ളിൽ ഏകദേശം $30 ബില്യൺ ചെലവഴിച്ച പ്രളയ പ്രതിരോധ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ബൃഹത്തായ പദ്ധതികളിലാണ് കാലിഫോർണിയ ഭരണകൂടം. നദികളുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തുക, അണക്കെട്ടുകളുടെ ശേഷി വർദ്ധിപ്പിക്കുക, നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ നവീകരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വേഗത കണക്കിലെടുക്കുമ്പോൾ ഈ കൊടുങ്കാറ്റ് ഏത് നിമിഷവും ആഞ്ഞടിച്ചേക്കാമെന്നതിനാൽ പ്രതിരോധ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭൂമിയുടെ താപനില ഉയരുന്നത് ആഗോളതലത്തിൽ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യനിർമ്മിത സാങ്കേതിക മുന്നേറ്റങ്ങളും വൻ നഗരങ്ങളും പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തിന് മുന്നിൽ നിസ്സഹായമായി തകർന്നടിയുന്ന കാഴ്ചയായിരിക്കും വരും ദശകങ്ങളിൽ ലോകം കാണേണ്ടി വരിക.